ജില്ലയിൽ തുടർച്ചയായി നടക്കുന്ന ആംബുലൻസ് അപകടങ്ങൾ ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പുമായി രംഗത്തെത്തി. അത്യാവശ്യ അമിത വേഗം ഒഴിവാക്കണം എന്ന നിർദ്ദേശത്തോടൊപ്പം ഡ്രൈവർമാർക്കായി കൗൺസിലിംഗ് സൗകര്യവും ഒരുക്കുമെന്ന് എറണാകുളം RTO KR സുരേഷ് അറിയിച്ചു. കഴിഞ്ഞ മാസം ആലുവ പുളിഞ്ചോടിന് സമീപം വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന കാലടി സ്വദേശിയായ രോഗി ആംബുലൻസ് മറിഞ്ഞ് മരണമടഞ്ഞത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. അതിനു മുൻപ് പുത്തൻകുരിശിൽ തലകീഴായി മറിഞ്ഞ ആംബുലൻസിൽ ഡ്രൈവർക്കും നഴ്സിനും പരിക്കേറ്റിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗിയെ എത്തിച്ച ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മടങ്ങിയ വാഹനം അപകടത്തിൽപ്പെട്ടതും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് മറിഞ്ഞ രോഗിക്ക് പരിക്കേറ്റതും ജില്ലയിൽ നടന്ന അപകടങ്ങളുടെ ഭാഗമാണ്. MVD നടത്തിയ പരിശോധനയിൽ രോഗിയില്ലാതെ പാഞ്ഞുപോകുന്ന ആംബുലൻസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണ്ടെത്തി. രോഗിയെ എടുക്കാൻ പോകുന്നതാണെന്ന മറുപടി ലഭിക്കുന്നതിനാൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അതിവേഗം ഡ്രൈവർമാരിൽ മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുന്നുവെന്നും ഹൃദയാഘാതം വരെ ഉണ്ടാകാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർക്കായി കൗൺസിലിംഗ് സംവിധാനം ഒരുക്കുമെന്ന് RTO വ്യക്തമാക്കി. കൊച്ചിയിലെ ഗതാഗത കുരുക്കുകൾ പരിഗണിച്ച് എയർ ആംബുലൻസുകളുടെ ആവശ്യകതയും MVD മുന്നോട്ട് വെച്ചു. തിരക്കേറിയ റോഡുകളിൽ അമിത വേഗത്തിലോടുന്ന ആംബുലൻസുകൾ സുരക്ഷിതമല്ലെന്നും ട്രാഫിക് ബ്ലോക്കുകൾ വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഡ്രൈവറും മുന്നിലെ യാത്രക്കാരനും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കണം. രോഗിക്കൊപ്പം 2-ൽ കൂടുതൽ ആളുകളെ കയറ്റരുത്. വാഹനത്തിനുള്ളിൽ അഗ്നിരക്ഷാ ഉപകരണം സ്ഥാപിക്കണം. ഇടവേളകളിൽ സർവീസ് നിർബന്ധം. ഓക്സിജൻ സിലിണ്ടർ വർഷത്തിലൊരിക്കൽ സർവീസ് ചെയ്യണം. എഞ്ചിൻ, ബ്രേക്ക്, ഹോൺ എന്നിവ കൃത്യമായി പരിശോധിക്കണം. വാഹനത്തിന്റെ വലുപ്പമനുസരിച്ച് മാത്രമേ ICU, സൂപ്പർ ICU സൗകര്യങ്ങൾ ഉൾപ്പെടുത്താനാവൂ. ആംബുലൻസുകൾക്ക് വേഗപരിധിയില്ലെങ്കിലും അതിന്റെ പുറകെ പോകുന്ന പ്രവണത അപകടത്തിന് വഴിവെക്കുന്നുവെന്ന് MVD മുന്നറിയിപ്പ് നൽകി. സഡൻ ബ്രേക്ക് ഇടുന്ന സാഹചര്യം പിന്നാലെ വരുന്ന വാഹനങ്ങളെ അപകടത്തിലാക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഒടുവിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഓടുന്ന ആംബുലൻസ് തന്നെ അപകടത്തിന്റെ കാരണമാകാതിരിക്കാനാണ് MVD നിർദ്ദേശങ്ങൾ. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.